നമസ്തേ നമസ്തേ. സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുനർജന്മ സിദ്ധാന്തം ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരുപാട് ജീവികളായിട്ട് നമ്മൾ മുമ്പ് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ജനിച്ചാണ് ഇപ്പോൾ മനുഷ്യരായിട്ട് ജനിച്ചിരിക്കുന്നത് എന്നൊരു സിദ്ധാന്തം ഉണ്ടല്ലോ. ഈ പുനർജന്മ സിദ്ധാന്തം അത് സനാതനധർമ്മത്തിൽ മാത്രമുള്ളതാണ്. ബൈബിളും ഖുറാനിലൊന്നും അങ്ങനെ ഒരു സംഭവമില്ല. പുനർജന്മം എന്ന് പറയുന്നൊരു സംഭവമില്ല. സനാതനധർമ്മം പറയുന്നത് അനാദികാലം മുതൽക്കേ നമ്മൾ പുനർജനിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ലോകത്തിൽ എത്ര ലക്ഷം ജീവജാലങ്ങളുണ്ടോ അതിലൊക്കെ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഓരോ ജീവജാലങ്ങളും അത് മനുഷ്യനുമായിട്ടുണ്ട്. നമ്മളിപ്പോഴുള്ള മനുഷ്യർ ഈ ജീവജാലങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് വീണ്ടും നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് എന്നും പറയുന്നുണ്ട്. ഇതിനൊക്കെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ തെളിവുള്ളൂ, സ്ക്രിപ്ചർ. മതഗ്രന്ഥം അങ്ങനെ പറയുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളോ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ. ഈ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? എന്തെങ്കിലും തെളിവുണ്ടോ? ഈശ്വരനുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് മതഗ്രന്ഥങ്ങളാണ് ഈശ്വരനുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ആധുനിക ശാസ്ത്രം, നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളൊന്നും ഈശ്വരൻ എന്നൊരു സംഗതി ഉണ്ടെന്ന് യാതൊരു കാരണവശാലും പറയുന്നില്ല. കാരണം അവർക്കെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. ഉണ്ടെങ്കിലേ കാണാൻ പറ്റിയാൽ മാത്രമേ അത് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശ്വരൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ ഉണ്ടെന്ന് പറയും? അപ്പോൾ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടണമെങ്കിൽ ആത്മാവുണ്ടോ എന്ന ചോദ്യം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. കാരണം ഈശ്വരൻ എന്ന് വെച്ചാൽ പരമാത്മാവാണ്. അതായത് എല്ലാ ആത്മാക്കളും, അതായത് എല്ലാ പ്രാണികളും, എല്ലാ ജീവന്മാരും ഏതൊരു ആത്മാവിൽ നിന്ന് ഉണ്ടായോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ ജീവജാലങ്ങളുടെയൊക്കെ നിയന്ത്രണം ആരുടെ കയ്യിലിരിക്കുന്നുവോ അതാണ് ഈശ്വരൻ, പരമേശ്വരൻ, പരമശിവൻ അല്ലെങ്കിൽ സദാശിവൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൈലാസത്ത് പോയി കഴിഞ്ഞാൽ ഈ സദാശിവനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സദാശിവൻ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ ഈശ്വരൻ ഉണ്ടോ എന്നുള്ളതിന് തെളിവ് ആദ്യം ആത്മാവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മതഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത് ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് മാത്രമാണ് നിത്യൻ, ആത്മാവ് മാത്രമാണ് പരമാർത്ഥ സത്യം, പരമമായ സത്യം. മറ്റുള്ളതൊക്കെ ആത്മാവല്ലാത്ത വസ്തുക്കളൊക്കെ അനാത്മ എന്താണ് പറയുന്നത്, അനാത്മ, അത് ആത്മാവല്ലാത്തത്, അതൊക്കെ മാറ്റത്തിന് വിധേയമാണ്, മായയാണ്. ആത്മാവ് മാത്രം അത് വളരുന്നുമില്ല, ചെറുതാകുന്നുമില്ല. പക്ഷെ ശരീരം അങ്ങനെയല്ലല്ലോ, അത് ചെറുതായിരിക്കും, വളരുന്നു. നമ്മൾ ചുറ്റിനും കാണുന്ന ചെടികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മത്സ്യമാണെങ്കിലും ഇഴജന്തുക്കളാണെങ്കിലും എന്തായാലും അത് പിറക്കുമ്പോൾ അത് ചെറുതായിരിക്കും, പിന്നീട് അത് വളരും, പിന്നീട് അത് ഇല്ലാണ്ടാവും. ഇതല്ലേ നമ്മൾ കാണുന്നത്. പക്ഷേ ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു പര്യായ പദം തന്നെയാണ് ജീവൻ. ഞാൻ ജീവനോടിരിക്കുന്നു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ജീവനാണ് ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയും. അതിനെയാണ് ഇംഗ്ലീഷിൽ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് എന്ന് പറയണം. പരമാത്മാവ് സുപ്രീം സ്പിരിറ്റ്, ജീവാത്മാവ് ഇൻഡിവിജ്വൽ സ്പിരിറ്റ്.
അപ്പോൾ ജീവനില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ജീവനില്ല എന്ന് നമ്മൾ പറയുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉണ്ടാകാറുള്ളത്? ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് മരണപ്പെടുന്നു, ജീവൻ വെടിയുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ പറയുന്നത് ജീവനില്ല എന്ന്. അതായത് അയാളുടെ ദേഹത്ത് അത്രയും സമയം ഉണ്ടായിരുന്ന ചൈതന്യം, ജീവചൈതന്യം, അതില്ലാണ്ടായിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ജീവനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവനുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവനുണ്ടായിരുന്നു, തത്സമയം ജീവനില്ല. അപ്പോൾ ശരീരം ജഡമായി മാറി, ശരീരത്തിൻ്റെ ചേതന നഷ്ടപ്പെട്ടു. അപ്പോൾ ചേതനയറ്റ ജഡമായി ശരീരം മാറി. അപ്പോൾ ഈ ശരീരത്തിന് ഈ ചേതന എവിടെ നിന്ന് കൈവന്നു? ഈ ശരീരത്തിലേക്ക് ജീവൻ എപ്പോഴാണ് കടന്നുകൂടിയത്? ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഇപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടാകണമെന്ന് നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്നു. അപ്പോൾ അതൊരു ശരീരം, മാംസപിണ്ഡമാണ് അത് വളരുന്നത്, ജീവനല്ല വളരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീയുടെ അമ്മയുടെ ഉദരത്തിലുള്ള മാംസപിണ്ഡത്തിലേക്ക് ജീവൻ്റെ എൻട്രൻസ്, ജീവൻ എപ്പോഴാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഒരു ആധുനിക ശാസ്ത്രത്തിനും പറയാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. കാരണം ഈ ജീവനെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവാത്മാവെന്ന് പറയുന്നത് ശരീരമില്ലാത്തതാണ്, ബോഡിലെസ്സാണ്. ശരീരമില്ലാത്തതാണ് ആത്മാവ്. അപ്പോൾ ശരീരമില്ലാത്തത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ മരിക്കണമെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കാണേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല, ഭാഗ്യവശാൽ. കാരണം ഒരാൾ മരിക്കണ കാണാൻ നമുക്ക് സങ്കടമുള്ള, കാരണം കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ സങ്കടത്തിലിരിക്കണമായിരിക്കും. അപ്പോൾ ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ അത്തരം സ്ഥലത്തോട്ട് നമ്മൾ പോകാറില്ല. എനിവേയ്സ്, നമ്മൾ സിനിമകളിൽ കാണാറുണ്ടല്ലോ മരിക്കണം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഒരാൾ അയാളുടെ ഡെത്ത് ബെഡിൽ കിടക്കുന്നു, മരണശയ്യയിൽ അയാൾ കിടക്കുന്നു, അയാൾ എന്താ പറയുക, മരണാസന്നനായി വായു വലിച്ച് കിടക്കണം എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ അയാളുടെ ബന്ധുജനങ്ങൾ അയാളുടെ കയ്യിൽ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും, സംസാരിച്ചുകൊണ്ടിരിക്കണമായിരിക്കും. പെട്ടെന്ന് കൈ അങ്ങോട്ട് തളർന്ന് താഴേക്ക് വീഴും. അതായത് കൈയുടെ ബലം പോയി, കൈ ഉയർത്താനായിട്ടുള്ള ബലം പോലും ഇല്ലാതായി. കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ബലം താന്ന് കുഴഞ്ഞങ്ങോട്ട് വീഴും കൈ. അപ്പോൾ ആൾക്കാർ ഹൃദയമിടിപ്പുണ്ടോ പൾസുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അതില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഇദ്ദേഹം മരിച്ചു എന്ന് പറയും. അതായത് ജീവൻ പോയി. പക്ഷേ ജീവൻ പോകുമ്പോൾ ബന്ധുജനങ്ങൾ തൊട്ടടുത്തിരിക്കണേ, എന്നിട്ട് എന്താണ് ജീവൻ പോണത് കാണാൻ പറ്റാത്തത്? ഇപ്പോൾ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാർത്തിക് പോയി, ഒരാൾ നിങ്ങളോട് ചോദിക്കണേ കുറച്ച് നേരത്ത് കാർത്തിക് കൂടെ ഉണ്ടായിരുന്നില്ല, കാർത്തിക് ഇങ്ങോട്ട് പോയി, കാർത്തിക് പോയി എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് പോയി. അപ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമല്ലോ കാർത്തിക് പോകുമ്പോൾ. പക്ഷേ ഈ ജീവൻ പോകുമ്പോൾ തൊട്ടടുത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ജീവൻ പോകുന്ന ആരും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ നിസ്സാരമാണ്. ജീവനെന്ന് പറയുന്നത് ബോഡിലെസ്സാണ്, ശരീരമില്ലാത്തതാണ് ജീവൻ. ഇപ്പോൾ നമ്മൾ നോക്കൂ, വൃക്ഷത്തെ നമ്മൾ കാണുന്നു, വളരെ വലിയ വൃക്ഷം. അതിൻ്റെ വൃക്ഷത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വേരുകളും താഴേക്ക് പോയിട്ടുണ്ടാവും ഇല്ലേ. ഈ വേരുകളൊക്കെ അത് മുള പൊട്ടുന്നത് വിത്തിൽ നിന്നാണ്. വിത്തല്ല നമ്മൾ കാണുന്ന വൃക്ഷത്തെയാണ് കാണുന്നത്. വിത്തും വൃക്ഷവും പോലെയാണ് ശരീരവും ജീവനും. നമ്മൾ ശരീരം കാണുന്നു, ജീവനെ കാണുന്നില്ല. ജീവനെ നമുക്ക് കാണാനേ പറ്റത്തില്ല. കാരണം അതിന് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും ജീവനെ കാണാൻ പറ്റുന്നില്ല. കാരണം അത് അതിലും ചെറുതാണ്. അണുവിലും അണുവും അങ്ങനെയുള്ള പറയണം, അണുവിലും അണുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പക്ഷേ
കാണാൻ പറ്റാത്തത് കൊണ്ട് ജീവനില്ല, ജീവനെന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ ഈ ജീവൻ എന്താ പറയുക, ജീവൻ്റെ എക്സിറ്റ്, ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ്റെ എക്സിറ്റിനെ നമ്മൾ മരണം എന്ന് വിളിക്കുന്നു. ആ ശരീരത്തിലേക്ക് ഒരു അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഭ്രൂണത്തിലേക്ക് ഈ ഒരു ജീവൻ പ്രവേശിക്കുമ്പോൾ, ജീവൻ്റെ തുടിപ്പുണ്ടാകുമ്പോൾ, അത് എൻ്റർ ചെയ്യുമ്പോൾ ജീവൻ്റെ തുടിപ്പുണ്ടാകുന്നു. അതായത് ജീവൻ ആരംഭിക്കുന്നു. ഒരു ശരീരത്തിനാണ് ജീവൻ ആരംഭിക്കുന്നത്. അതായത് ഈ ജീവനെന്ന് പറയുന്ന സംഗതിയാണ്, ഈ ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിന് അതിൻ്റെ കഴിവുകൾ എല്ലാം ആത്മാവിൻ്റെ കഴിവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ശരീരത്തിൻ്റെ കഴിവല്ല. കാരണം ഈ ജീവൻ ആ ശരീരത്തിനെ വെടിയുമ്പോൾ ഈ ശരീരം ജഡമായി. ശരീരത്തിന് ഒരു കഴിവുമില്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു മാംസപിണ്ഡമായിട്ട് അല്ലേ ഇതിൻ്റെ ആരംഭം, ഇല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ വെറും മാംസപിണ്ഡമായിട്ട് കിടക്കും ജഡം എന്ന് പറയുമ്പോൾ, ജീവനില്ലാത്ത ശരീരം. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആത്മാവാണ് ജീവൻ. മനുഷ്യ ശരീരത്തിൽ അല്ലെ പ്രാണികളുടെ ശരീരത്തിൽ ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ടാണ് അത് ജീവനുള്ള പ്രാണിയായിത്തീരുന്നത്. അതിന് കാണാനും കേൾക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ശക്തിയും എല്ലാം അതിന് കിട്ടിയത് ആ ജീവനുള്ളതുകൊണ്ടാണ്. ആ ജീവൻ പോകുമ്പോൾ, അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എല്ലാ കഴിവുകളും ജീവൻ്റെ കഴിവാണ്. ജീവനാണ് എല്ലാത്തിനും കാരണം. ആ ജഡാവസ്ഥ അത് നമ്മൾ നോക്കൂ. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പനെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പനുമില്ല അപ്പൂപ്പനുമില്ല, രണ്ടുപേരും മരിച്ചുപോയി. മനസ്സിലായോ? അപ്പം മരിച്ചു പോയി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ അർത്ഥം വെക്കണത്? ഇപ്പം അപ്പൻ മരിച്ചുപോയി, അല്ല അമ്മ മരിച്ചുപോയി, സഹോദരൻ മരിച്ചുപോയി, എൻ്റെ സുഹൃത്ത് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മീൻ ചെയ്യണത് എന്താ? മരിച്ച് എങ്ങോട്ട് പോയി? ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് പോയി, അയാൾ അമേരിക്കയിലോട്ട് പോയി, അയാൾ സ്വിറ്റ്സർലൻഡിലോട്ട് പോയി, അയാൾ കാനഡയിലോട്ട് പോയി എന്നൊക്കെ പറയില്ലേ? ഒരാൾ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ആൾ എങ്ങോട്ടാണ് പോയത്? ഒരു ചോദ്യമല്ലേ. പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യമില്ലേ? അത് എങ്ങോട്ടാണ് പോണതെന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെ. കാരണം ജീവൻ എന്താ പറയുക, ശരീരമില്ലാത്തതാണ്. നിരീഹൻ എന്ന് വേണമെങ്കിൽ പറയാം സംസ്കൃതത്തിൽ. അതായത് ബോഡിയില്ല. എന്തെങ്കിലും ഒരു ബോഡിയുടെ ഒരു തരിമ്പുണ്ടെങ്കിലും, ഒരു ഉറുമ്പിൻ്റെ അത്രയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? ഈ ബോഡി ഇല്ലാത്തൊരു സംഗതി, അതിനെ സാധനം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു സംഗതി, അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലേ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വിസിബിളാണ്, ഞാനൊരു ഇൻവിസിബിൾ. ഇപ്പോൾ സിനിമയിൽ ഇൻവിസിബിൾ മാൻ എന്നൊക്കെ പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടല്ലോ, അദൃശ്യനായ വ്യക്തി. അതായത് എൻ്റെ ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ മുറിയിൽ നിന്ന് അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഞാൻ എങ്ങടാ പോകണമെന്ന്? ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് മരിച്ചു പോയി എന്ന് പറയാനല്ലാണ്ട് മരിച്ച് എങ്ങോട്ട് പോയി? സ്വർഗത്തിലോട്ട് പോയാ, നരകത്തിലോട്ട് പോയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാണിയായിട്ട് ജനിച്ചോ? ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സത്യത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ ഒത്തിരി 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 അധികം ഉള്ളത്. പിന്നെ മരണഭയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് എല്ലാ പ്രാണികൾക്കും ഇപ്പോൾ ഞാനിവിടെ സ്വിറ്റ്സർലൻഡിലൂടെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. ഒരുപാട് ഞാൻ നടക്കും കാട്ടിൽ. അപ്പോൾ ഇവിടെ മാനുണ്ട്, ധാരാളം മാനുണ്ട്. അപ്പോൾ മാനിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി അങ്ങോട്ട് ഒറ്റ പോക്കാണ് അവനോട്, പറന്നങ്ങോട്ട് പോവും ചാടി. മനുഷ്യനവന് പേടിയാണ്. എൻ്റെ കണ്ണ് കണ്ടറിയാം, മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്കലപ്പിലായി ഒറ്റ വിടൽ വിട്ടുകളയും, ചാടിപ്പോയി കളയും. അതെന്താണ്? അത് മനുഷ്യർ ഇവനെ കൊന്ന് തിന്നുന്ന ഇവൻ്റെ മെമ്മറിയിലുണ്ട്.
മനുഷ്യർ ഇവൻ്റെ ശത്രുവാണെന്ന് അവൻ്റെ മെമ്മറിയിൽ കിടക്കണുണ്ട്. അപ്പോൾ മരണം എന്നൊരു സംഭവം, അതിൻ്റെ ഭയം മനുഷ്യർക്ക് മാത്രമല്ല മറ്റു പ്രാണികൾക്കും മരണഭയമുണ്ട്. അപ്പോൾ ഈ മരണഭയം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇപ്പോൾ ഞാനിവിടുന്ന് പോകുന്ന ഒരു സ്ഥലം എങ്ങോട്ടാണ് പോകണതെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ഭയം ഉണ്ടാവില്ലല്ലോ. കാരണം എനിക്കറിയാലോ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചെല്ലണത്. അത് നല്ല സ്ഥലമാണെങ്കിലും ചീത്ത സ്ഥലമാണെങ്കിലും. മനസ്സിലായോ? പക്ഷേ ഇവിടെ എങ്ങോട്ടാണ് പോകണതെന്ന് അറിയാൻ പാടില്ല. എങ്ങോട്ടാണ് പോകണതെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകണം. അറിവില്ലായ്മയിൽ നിന്നാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഭയമായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ സത്യത്തെ അംഗീകരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഭയം ഇല്ലാണ്ടാക്കാം. അതായത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ജീവൻ എങ്ങു നിന്നോ വന്നു കയറി. എൻ്റെ ജീവൻ അത് ഞാൻ ചെയ്ത കർമ്മഫലമായിട്ടാണ്. അതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ വന്ന് പിറന്നത്, മനുഷ്യജന്മം കിട്ടിയത്. പിന്നെ ആ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അത് സഹോദരന്മാർ ശരിയല്ലേ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതൊക്കെ എൻ്റെ തന്നെ മുജ്ജന്മങ്ങളിലെ കർമ്മഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അത്തരം ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമില്ലല്ലോ. പ്രശ്നമുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്ന ആൾക്കാരുണ്ട്, പ്രശ്നമില്ലാത്ത കുടുംബങ്ങളിൽ ജനിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ സുഖകരമായ എന്താ പറയുക ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെയല്ല കുട്ടിക്കാലമൊക്കെ വളരെ മോശമായിട്ട് വാടക വീട്ടിലും അതിന് പോലും കാശില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ജീവിക്കേണ്ട കുട്ടിക്കാലം ഉണ്ടായിട്ടുള്ള ആൾക്കാർ അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും മൂലകാരണം കർമ്മമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റു പ്രാണികളുടെ, എല്ലാ പ്രാണികളുടെയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം തന്നെ അവരുടെ കർമ്മഫലം ആണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോൾ കർമ്മഫലത്താൽ ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു എന്താ പറയുക കടുവയായിട്ട് ജനിക്കുന്നു. അപ്പോൾ അതിന് ഇത്ര 10 വയസ്സ് 12 വയസ്സൊക്കെ ജീവിതമുള്ളൂ. അത് പച്ചക്ക് ഇറച്ചി മൃഗങ്ങളെയൊക്കെ കൊന്ന് കടിച്ച് കീറി അങ്ങനെയാണ് അതിൻ്റെ ജീവിതം. പിന്നെ വയസ്സായി കഴിയുമ്പോൾ അതിനെ നോക്കാൻ ആരുമില്ല. അത് പട്ടിണി കിടന്നാണ് മെലിഞ്ഞാണ് അത് ചാവണത്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് അത്തരം പ്രാണികൾ, ഇപ്പോൾ മനുഷ്യരുടെ ജീവിതം അങ്ങനെയല്ല. വയസ്സാണെങ്കിലും ഇപ്പോൾ നമ്മളെ നോക്കാനായിട്ട് നമ്മുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിലും നേഴ്സുമാരെങ്കിലും ഉണ്ടാവും ആശുപത്രിയിൽ. പക്ഷേ മൃഗങ്ങളുടെ മരണം അങ്ങനെയല്ലല്ലോ. അത് അപ്പോൾ മോശം. എന്തുകൊണ്ട് അത്തരമൊരു ജന്മം? എന്തുകൊണ്ട്? അതിൻ്റെ കാരണം കർമ്മമാണ്. എന്തുകൊണ്ട് അത് മൃഗമായിട്ടും ജനിച്ചു ഇങ്ങനെ പട്ടിണി കിടന്ന് ചാകേണ്ട ഗതികേടും, ഞാൻ മനുഷ്യനുമായിട്ട് നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു, അത് നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് തത്സമയം മനുഷ്യനായിട്ടിരിക്കുന്നത്. അത് ഒരു ക്ലിപ്തമായിട്ടുള്ളൊരു സമയത്തേക്കാണ്. കാരണം നമ്മൾ ഏത് ശരീരത്തിൽ കടന്നു കൂടിയാലും അതിന് ഒരു ആയുസ്സുണ്ട്. ഇപ്പോൾ ഒരു മുതലയുടെ ശരീരത്തിലാണ് അല്ലെങ്കിൽ ഒരു ആമയുടെ ശരീരത്തിലാണെങ്കിൽ ചിലപ്പോൾ 100-200 വർഷങ്ങളൊക്കെ ജീവിച്ചിരിക്കാം. പക്ഷേ 200, 300, 400 വർഷം ജീവിച്ചിരുന്നാലും അത് കഴിയും. അത് കഴിയുമ്പോൾ ജീവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ച് അതിൻ്റെ കർമ്മഫലങ്ങൾ ഭുജിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതാണ് പുനർജന്മം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ കുടുംബത്തിൽ വന്ന് പിറക്കുന്നത്. നമ്മൾ പിറക്കുന്ന കുടുംബമാണ് നമ്മുടെ ജാതി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഒരു പട്ടി അത് ലാബ്രഡോർ ആകണം എങ്ങനെയാണ്? അതിൻ്റെ പട്ടിയും തള്ളപ്പട്ടിയും ലാബ്രഡോർ ആകുമ്പോഴാണ് അത് ലാബ്രഡോർ ആകുന്നത്.
അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത ജാതികളുള്ള പട്ടികളുണ്ട്. അത് ഒരു പട്ടി അൽസേഷ്യനാണ്, ഒരു പട്ടി ജർമ്മൻ ഷെപ്പേർഡാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുകളുണ്ടല്ലോ. അത് ഇന്ന ജാതിയിൽപ്പെട്ട പട്ടിയാണ് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കണത്? നമ്മളൊരു പട്ടിനെ മേടിക്കാൻ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ പട്ടിനെ വിളിക്കുന്ന ആളോട് ചോദിക്കുന്നത് എന്താണ്? ഈ പട്ടിയുടെ തന്തപ്പട്ടി ഏതാണ്, തള്ളപ്പട്ടി ഏതാണ്, ഇതല്ലേ ചോദിക്കണത്, ഇല്ലേ? അതെന്തിനാ ചോദിക്കണത്? അതിൻ്റെ ജാതിയാലുള്ള ഗുണങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ജാതി എന്ന് വെച്ചാൽ മനുഷ്യർക്ക് പല ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യൻ ഇല്ല. ഗുണങ്ങൾ ഇങ്ങനെ ഡിവൈഡഡ് ആണ്. അത് പലർക്കും ഭാഗിച്ച് കൊടുത്തേക്കണേ. ചിലർക്ക് എന്താ പറയുക, മരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ മരം കൊണ്ട് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. ചിലർക്ക് ലോഹങ്ങൾ കൊണ്ട് പണിയെടുക്കാനായിരിക്കും, ആയുധങ്ങളും കത്തിയൊക്കെ ഉണ്ടാക്കാനായിരിക്കും. ചിലർക്ക് സ്വർണവും വെള്ളിയൊക്കെ കൊണ്ട് ഉള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മനുഷ്യർക്ക് മനുഷ്യരുടെ കഴിവ് ആണ് ജാതി എന്ന് വെച്ചാൽ തൊഴിലാണ്. നമ്മുടെ കഴിവ് എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ തൊഴിൽ. ഇപ്പോൾ നിങ്ങൾ തട്ടാനാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കൊല്ലപ്പണി ചെയ്യിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ മരപ്പണി ചെയ്യിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. മരപ്പണി ആണെങ്കിൽ ആശാരി തന്നെ വേണം. അപ്പോൾ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ മൃഗങ്ങളെപ്പോലെ അല്ല മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യരുടെ ജീവിതം എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് അച്ചടക്കമൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല. മനുഷ്യർക്ക് തൊഴിൽ വേണം. മൃഗങ്ങൾക്ക് തൊഴിലില്ലല്ലോ. മൃഗങ്ങൾക്ക് എന്താണ് പരിപാടി? അവർക്ക് ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം, പിന്നെ അവർക്ക് എന്താ പറയുക, റീപ്രൊഡക്ഷൻ ഇത് നടക്കണം. ഇത്രയും മാത്രം അവർക്ക് പ്രശ്നമുള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് അങ്ങനെയല്ലല്ലോ. മനുഷ്യർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ്. ഇപ്പോൾ ജീവൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ സിംഹമോ കരടിയോ എന്താണ് ജീവൻ, ആരാണ് പരമാത്മാവ്, മതഗ്രന്ഥങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കുമോ? ഒന്നും സംസാരിക്കില്ല. അവരാകെ കൂടി സംസാരിക്കണം അവരുടെ സർവൈവൽ. അത് മാത്രമേ ഉള്ളൂ സംഭവം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ലെവലിലുള്ളൊരു ആശയവിനിമയം മാത്രമേ അവരുടെ ഇടയിലുള്ളൂ, മൃഗങ്ങളുടെ ഇടയിൽ. മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയല്ലല്ലോ. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവാണ് വ്യത്യാസം. അറിവ് എവിടെ നിന്നുണ്ടായെന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങളിൽ നിന്നുണ്ടായി. മതഗ്രന്ഥങ്ങളാണ് നമുക്ക് അറിവ് തരുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ പ്രസവിച്ച സ്ത്രീയെ നമ്മൾ അമ്മയെന്ന് വിളിക്കണം. മൃഗങ്ങളെ അമ്മയെന്ന് വിളിക്കുമോ? അല്ല അച്ഛന്ന് വിളിക്കുമോ? വിളിക്കത്തില്ലല്ലോ. അതിനതിൻ്റെ തള്ളയാണിതെന്ന് അതിനുള്ള ബോധം ഉണ്ടാവും. പക്ഷെ അമ്മയെന്ന് വിളിക്കുമോ? വിളിക്കത്തില്ല. അപ്പോൾ ഈ അമ്മയെന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കണ ആരാണ്? അപ്പോൾ ഇത് മാതാവാണ്. മാതൃ എന്ന വാക്കിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മദർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കും എല്ലാം വന്നിരിക്കുന്നത് മാതൃ എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സ്ക്രിപ്ചറിൽ നിന്ന് കിട്ടി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. സ്ക്രിപ്ചറാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. നമ്മളുടെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു പ്രകടമായ വ്യത്യാസം എന്താണ്? അത് ഒന്നാമത്തെ കാര്യം ആശയവിനിമയം, ഭാഷ. രണ്ടാമത്തെ കാര്യം വസ്ത്രധാരണം. മൃഗങ്ങൾ വസ്ത്രമില്ലല്ലോ, പ്രകൃതിയാലുള്ള വസ്ത്രങ്ങളേ ഉള്ളൂ. അതിനെ തണുപ്പിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താനായിട്ടുള്ള. അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെ നാണം മറയ്ക്കാനായിട്ട് വസ്ത്രം ധരിക്കണ പരിപാടി അവർക്കുണ്ടോ? അവർക്ക് നാണമില്ല. അപ്പോൾ നമുക്ക് നാണമുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി നാണം? കാരണം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമുക്ക് നാണമില്ല. മൃഗങ്ങളെപ്പോലെ തന്നെയാണ് മനുഷ്യർ. ഒരു നാണമില്ല. തുണിയില്ലാണ്ട് ഒരു വയസ്സുള്ള കൊച്ചൊക്കെ തുണിയില്ലാണ്ട് നല്ല പുഷ്പം പോലെ സഞ്ചരിക്കും. അവനൊരു നാണമില്ല. പക്ഷേ കുറച്ചൊരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ ഇങ്ങനെ നടക്കാൻ പാടില്ല, ട്രൗസർ ഇട് എന്ന് പറയും. മനസ്സിലായത്? അങ്ങനെ പറഞ്ഞാണ് കുഞ്ഞിൽ നാണം ഉണ്ടാവണത്.
മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ സഹിക്കാൻ പാടില്ല, ട്രൗസർ ഇട്ടിട്ടുണ്ട് നടക്കണമെന്ന്, അതായത് പ്രൈവറ്റ് പാർട്സ് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നൊരു അറിവ് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ പിന്നിലേക്ക് സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾ സ്ക്രിപ്ചറിൽ തന്നെ ചെന്നെത്തും. നഗ്നത മോശമാണ്, അത് മനുഷ്യർക്ക് ചേർന്നതല്ല. മനുഷ്യർ മാന്യമായി വസ്ത്രം ധരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെ നമ്മൾ ബൈബിൾ എടുത്ത് നോക്കണമെങ്കിൽ they were naked but they were not ashamed. അതായത് ആദവും ഹവ്വയും അറിവിൻ്റെ കനി തിന്നുന്നതിന് മുന്നേ അവർ നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് നാണം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അറിവിൻ്റെ കനി തിന്നതിന് ശേഷമാണ് അവർ പാപികളായത് എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ പാപികൾ ആകുന്നതിന് മുന്നേ അവർക്ക് നാണം ഉണ്ടായിരുന്നില്ല. അവർ വസ്ത്രം ധരിച്ചിരുന്നില്ല, പക്ഷെ അവർക്ക് നാണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വസ്ത്രം ധരിക്കാതെയും നാണമില്ലാതെ ഇരിക്കുന്നതിലും യാതൊരു കുഴപ്പമില്ല എന്നാണ് അവിടെ ബൈബിള് നൽകുന്ന മെസ്സേജ്. എന്നാ ഒരു മെസ്സേജാണെന്നറിയോ? ഇപ്പം വെള്ളക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കാലും ഒക്കെ കാണിച്ച് ഒരുപാട് എന്താ പറയുക നഗ്നമേനി പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ പൊതുവെ ക്രിസ്ത്യാനികൾ. വെള്ളക്കാരാണല്ലോ ക്രിസ്ത്യാനികൾ, അവരാണല്ലോ ഈ ലോകം മുഴുവനും ക്രിസ്തു മതത്തെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ബൈബിളിൽ നിന്നുണ്ടായി. ബൈബിളും അവരെ പഠിപ്പിച്ചത് അതാണ്. ആദവും ഹവ്വയും അവരുടെ ആദി മാതാവും പിതാവും നഗ്നരായിരുന്നു, അവർക്ക് നാണം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കെന്തിനാണ് നാണം എന്നാണ് എന്നൊരു ഐഡിയ എന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജീവനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നമുക്ക് എന്താ പറയുക, വളരെ കുറച്ചായിട്ടാണെങ്കിലും അറിവ് നമുക്ക് തരുന്നത് അത് ബൈബിളും ഖുറാനും അല്ല. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങളാണ്. നോക്കൂ, ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ യാത്ര നടത്തണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ കന്യാകുമാരി ടു കാശ്മീർ വളരെ വലിയ ഡിസ്റ്റൻസ്, 10,3500 ചിലപ്പോൾ 4000 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ എത്ര സ്റ്റോപ്സ് ഉണ്ട്? ഒത്തിരി സ്റ്റോപ്പില്ലേ? ഈ മരണം എന്ന് പറയുന്നത് സ്റ്റോപ്പായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ ഓരോ സ്റ്റോപ്പിലും മാറി 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 ശരീരം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തത്സമയം ഞാനായും നിങ്ങളുമായിരിക്കുന്നത്. ഒരുപാട് അനാദികാലം മുതൽക്കേ നമ്മൾ കർമ്മം ചെയ്ത് ഒത്തിരി ഈ ശരീരങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ യാതനകളൊക്കെ അനുഭവിച്ചു. പല ലോകങ്ങളിലും നരകത്തിലും സ്വർഗത്തിലും ഒക്കെ വസിച്ച് ആണ് ഇപ്പോൾ തത്സമയം നമ്മൾ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് ഇന്ന ജാതിയിൽ ഞാൻ എന്തുകൊണ്ടായി എന്ന് ചോദിച്ചാൽ ആ ജാതിയിൽ ജനിക്കാനുള്ള കർമ്മമാണ് നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ ജാതിയിലല്ലേ ജനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബ്രാഹ്മണരെന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതി, അവരെയാണല്ലോ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും അധികം അവഹേളിക്കുന്നത് ബ്രാഹ്മണർ. ഇപ്പോഴും ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ആൾക്കാർ. ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നതും മറ്റൊരാൾ അബ്രാഹ്മണനായിട്ട്, ഏത് ജാതിയായിക്കോട്ടെ, പുലയനോ നായരോ ഏത് ജാതിയെങ്കിലും ആയിക്കോട്ടെ, അതിൽ ജനിക്കാനുള്ള കാരണക്കാർ അവർ തന്നെയാണ് കാരണക്കാർ. ഒരാൾ പുലയനായിട്ട് ജനിക്കാൻ ബ്രാഹ്മണനും കാരണക്കാരനല്ല, ഒരുത്തൻ ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ പുലയനും കാരണക്കാരനല്ല. നമ്മളുടെ സ്വന്തം കർമ്മഫലമാണ് നമ്മൾക്ക് കിട്ടുന്ന അച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയുമാണ് നമ്മുടെ ജാതി തീരുമാനിക്കുന്നത്.
നാളെ നമ്മുടെ അച്ഛനും അമ്മയും കരടിയാണെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് അടുത്ത ശരീരം ഒരു എന്താ പറയുക ഒരു മൃഗയോനിയിലാണ് നമ്മൾ ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കരടിയായി. പക്ഷേ ശരീരം മാറുന്നു എന്നല്ലാതെ ജീവാത്മാവ് മാറുന്നില്ല. ജീവാത്മാവ് അതിൻ്റെ കർമ്മഫലങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ നോക്കൂ, സനാതനധർമ്മം പറയുന്നത് കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല എന്നാണ് പറയുന്നത്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ, സെമിറ്റിക് മതങ്ങളുടെ അള്ളാഹു അല്ലാണ്ട് യഹോവ അല്ലാണ്ട് വേറെ ദൈവമില്ല. യഹോവയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, അങ്ങനെയാണ് അവിടെ പറയുന്നത്. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണമൊന്നുമല്ല. സനാതനധർമ്മം പറയുന്നത് പ്രാണികൾ, അത് മനുഷ്യനായാലും മൃഗമായാലും മറ്റേത് പ്രാണിയായാലും, അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിശ്ചയമായും ഒരു നാൾ അനുഭവിക്കേണ്ടി വരും എന്ന വിചാരം. അതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. അതായത് കർമ്മത്തിൽ അധിഷ്ഠിതമായ മതമാണ് സനാതനധർമ്മം. നമ്മളുടെ കർമ്മമാണ് നമ്മളുടെ മുന്നോട്ടുള്ള വഴി തീരുമാനിക്കുന്നത്. അതായത് ഇപ്പം നോക്കൂ, നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്നു, നല്ലപോലെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ചോദ്യത്തിനൊക്കെ മറുപടി എഴുതാൻ പറ്റും. പഠിക്കാതെ ഉഴപ്പി നിറഞ്ഞ ആൾക്കാർ തോറ്റും പോവും. അപ്പോൾ ഒരാൾ പഠിച്ച് അയാൾ പരീക്ഷ പാസ്സായി, അപ്പോൾ ഉഴപ്പി നടന്നവൻ, തോറ്റുപോയവൻ, അയാളോട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട്. അയാൾ തോറ്റുപോയത് അയാൾ പഠിക്കാത്തതുകൊണ്ടാണ്. മറ്റാൾ ജയിച്ചത് അയാൾ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് രാത്രിയൊക്കെ ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതുകൊണ്ടാണ് അയാൾ ജയിച്ചത്. എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെ മുജ്ജന്മങ്ങളിലെ കർമ്മങ്ങളാണ് നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് ജനിക്കണോ, പട്ടിയായിട്ട് ജനിക്കണോ, പൂച്ചയായിട്ട് ജനിക്കണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ സനാതനധർമ്മത്തിൽ നമ്മൾ വളരെ വളരെ എന്താ പറയുക, വീണ്ടും സ്മരിക്കേണ്ട ഒരു കാര്യമാണ് പുനർജന്മം എന്നുള്ളത്. ഈ ജന്മത്തിൽ ഞാനും നിങ്ങളും, ഞാനൊരു കുടുംബത്തിൽ ജനിച്ചു, നിങ്ങളൊരു കുടുംബത്തിൽ ജനിച്ചു. പക്ഷേ ഇതിനു മുമ്പ് എൻ്റെ ജന്മം എന്തായിരുന്നു എനിക്കോ, നിങ്ങളുടെ ജന്മം ഏതായിരുന്നു എന്ന്, ഏത് യോനിയിലാണ് നിങ്ങൾ, മൃഗയോനിയിലാണോ, അല്ലെങ്കിൽ സനാതനധർമ്മം പറയുന്നത് തിര്യക് യോനിയിലാണോ, പക്ഷികളുടെ യോനിയാണ് ഉദ്ദേശിക്കുന്നത്, അതിലാണോ നിങ്ങൾ ജനിച്ചത്? നിങ്ങൾ വല്ല പരുന്തായിരുന്നോ, കാക്കയായിരുന്നോ, അരയന്നമായിരുന്നോ എന്നൊക്കെ നമുക്കറിയാൻ പാടില്ല. പക്ഷേ എന്തൊക്കെയോ ആയിരുന്നു എന്ന കാര്യം മാത്രം നമുക്ക് ഉറപ്പായിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ആകാശത്തിലോട്ട് നോക്കിക്കഴിയുമ്പോൾ, ഇപ്പോൾ രാത്രി നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമ്മൾ ഒരുപാട് നക്ഷത്രങ്ങളെ കാണുന്നു അല്ലേ? പക്ഷേ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ദൂരത്തിലുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം അതോടുകൂടി നക്ഷത്രങ്ങൾ തീർന്നു എന്നല്ലല്ലോ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് നക്ഷത്രങ്ങൾ വേറെയും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. പക്ഷേ നമുക്ക് ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് മറ്റ് നക്ഷത്രങ്ങളില്ല എന്ന് അല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കാണാതെ തന്നെ നമ്മൾ അറിയുന്നില്ലേ, മനസ്സുകൊണ്ട് അറിയുന്നില്ലേ, ഇവിടെ വേറെയും നക്ഷത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിലെന്ന് നമ്മൾ കാണാതെ തന്നെ അറിയുന്നില്ലേ ഇല്ലേ? അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ മുജ്ജന്മത്തിൽ ആരായിരുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ മുജ്ജന്മം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്ന ചില സംഭവങ്ങൾ. പെടുന്ന ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നു, വലിയ സന്തോഷം. ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, വലിയ ദുഃഖം. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ദിവസം മാത്രം ജീവിച്ചിരുന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ ഒരു ഭാഗ്യം കെട്ട കൊട്ടി തന്നെ മരിച്ചുപോയി. അത് എന്തുകൊണ്ട് മരിക്കുന്നു? എത്രയോ ശിശുക്കൾ ജനിക്കുന്നു, ജനിച്ച് വളരുന്നു. നമ്മളൊക്കെ ജനിച്ച ശിശുക്കളായിരുന്നല്ലോ, നമ്മൾ ജീവിച്ചു. പക്ഷേ ശിശുമരണം സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ശിശുമരണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ഒരു വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ വന്ന് ജനിക്കുന്നുണ്ടാകുള്ള ശിശുമരണത്തിന് വിധേയന അത് ജനിച്ച് ഒന്ന് കണ്ണ് തുറന്ന് വരുമ്പോഴേക്കും മരിച്ചു പോണേ.
എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ആ ജീവൻ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലമായിട്ടാണ് ആ സാഹചര്യത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. അതിന് ഒരു ദിവസമോ 2 ദിവസമോ ജീവിക്കാനായിട്ടുള്ള കർമ്മമേ ഉള്ളൂ അതിന്. അതുകൊണ്ടാണ് അതിന് മരണം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശിശുമരണം ഒഴിവാക്കാൻ നമ്മൾ വേണ്ട എന്താ പറയുക സത്വര നടപടികളൊന്നും കൈക്കൊള്ളാൻ പാടില്ല എന്നല്ല അതിനർത്ഥം. സനാതനധർമ്മത്തിൽ എന്ത് സംഭവിച്ചാലും വിധിയെന്നോർത്ത് സമാധാനിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കൾ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശർമ്മ എന്ന പേരുള്ള ഒരാൾ പണ്ട് ഇൻ്റർനെറ്റൊക്കെ തുടങ്ങിയ കാലത്ത് 1999 ആ സമയത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. ശർമ്മ എഴുതിയതാണ്. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മുടെ ബംഗാൾ ഫെമൈനെ കുറിച്ചാണ് പറയുന്നത്. ബംഗാൾ ഫെമൈൻ അല്ല, ബംഗാൾ ഹോളോകോസ്റ്റ് അങ്ങനെ പറയുന്നതാണ് ശരി. അതായത് ബംഗാളിൽ ബ്രിട്ടീഷുകാർ ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊന്നു. പക്ഷെ അപ്പോഴും ഹിന്ദുക്കൾ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ പണക്കാരുടെ വീട്ടിൽ പോയി അവരുടെ ധാന്യങ്ങളൊക്കെ മോഷ്ടിക്കാനോ അവരെ കൊന്ന് ജീവൻ നിലനിർത്താനോ ശ്രമിച്ചില്ല. പകരം ഇത് ഞങ്ങളുടെ വിധിയാണ് എന്ന് കരുതി മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ലക്ഷക്കണക്കിന് പേരാണ് മരിച്ചത്. അപ്പോൾ നോക്കൂ, അവിടെയും വിധി എന്ന് തന്നെ. വിധി എന്ന് പറയുന്ന സംഭവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. വിധി എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം എന്താണെന്ന് മനസ്സിലാക്കണം. ശബ്ദധാരാവലി എടുത്ത് നോക്കിക്കോളൂ. വിധി എന്ന് പറയുന്നത് മുജ്ജന്മങ്ങളിൽ ചെയ്ത, മുൻകാലങ്ങളിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങളുടെ അറിയപ്പെടാതെ വരുന്ന ഫലം, അതാണ് വിധി. വിധിയുടെ നിർവചനം ഇതാണ്. അപ്പോൾ നമുക്കറിയാൻ പാടില്ല നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ ഒത്തിരി കർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിൻ്റെ അറിവിലൂന്നി മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വിധി എന്ന് പറയുന്ന വാക്ക് ഈ സനാതനധർമ്മം പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കർമ്മ എന്ന പദം, പിന്നെ അനാദി എന്ന് പറയുന്ന വാക്കേ സെമിറ്റിക് മതങ്ങളിലില്ല. അനാദി എന്ന് പറയുന്ന വാക്ക് സെമിറ്റിക് മതത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലുമില്ല. അവിടെ ആദിയുമുണ്ട് അന്തവുമുണ്ട്. ലോകം ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്നും പറഞ്ഞ് ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം ആരംഭിക്കുന്നു. റെവലേഷനിൽ അവസാനത്തെ പുസ്തകത്തിൽ എ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും. അതായത് ഈ ഭൂമി നാശം, അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. സനാതനധർമ്മം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. സനാതനധർമ്മം സൃഷ്ടിയുടെ അനന്തതയിൽ, ഇറ്റേണിറ്റി ഓഫ് ക്രിയേഷൻ, അതാണ് സനാതനധർമ്മം പറയുന്നത്. പക്ഷേ മറ്റു മതങ്ങൾ, സെമിറ്റിക് മതങ്ങൾ ഇൻ പെർട്ടിക്കുലർ, അവർ പറയുന്നത് ഇറ്റേണിറ്റി ഓഫ് ക്രിയേറ്റർ, സൃഷ്ടാവാണ്, സൃഷ്ടാവിൻ്റെ അനന്തത. സൃഷ്ടാവെന്നും ഉണ്ടാവും, സൃഷ്ടിയെന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. സനാതനധർമ്മം അങ്ങനെയല്ല. സൃഷ്ടി നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പല 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 ജീവജാലങ്ങളായിട്ട് കോടാനു വർഷങ്ങളായിട്ട്, എണ്ണിയാൽ തീരാത്തത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ അറിവിലൂടെ ഇതൊക്കെ മായയാണ് എന്ന് കണ്ട് അതിനൊക്കെ വഴി പോലെ ഉപേക്ഷിച്ച് മോക്ഷദായകമായിട്ടുള്ള അറിവ്, അതായത് ആത്മജ്ഞാനത്തിലൂടെ മനുഷ്യർ, അതിലൂടെ മാത്രമേ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. സംസാരചക്രം എന്ന് പറയുന്ന വാക്കോ ജനിമൃതി ഇത്തരം കാര്യങ്ങളൊന്നും സെമിറ്റിക് മതത്തിൽ പറയുന്നില്ലേ. സെമിറ്റിക് മതത്തിൽ അതൊന്നും പറയുന്നില്ല. അള്ളാഹുവിനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക, യഹോവയെ വിശ്വസിക്കുക. മറ്റു മതക്കാരെയൊക്കെ അടിച്ചൊതുക്കുക, വിഗ്രഹാരാധകരെയൊക്കെ കൊന്നു കൊല വിളിക്കുക.
വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് എന്നാണ് സെമിറ്റിക് ദൈവങ്ങൾ, സോ കോൾഡ് ഗോഡ്സിൻ്റെ നിലപാട്. സനാതനധർമ്മം അങ്ങനെയല്ല. വിഗ്രഹാരാധന നടത്തണോ, നടത്തിക്കോ. ഇനി വിഗ്രഹം അല്ലാതെ ആരാധിക്കണോ, ഈ മനസ്സിൽ ആരാധിക്കണോ, ആരാധിച്ചോളൂ. അതിലൊന്നുമല്ല ഒരാൾ വിഗ്രഹാരാധന നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നത് വെച്ചുകൊണ്ടല്ല അയാളുടെ ഭാഗധേയം തീരുമാനിക്കപ്പെടുന്നത്. അയാൾ ചെയ്യുന്ന കർമ്മം ഇത് പൂജ. ഇപ്പോൾ പൂജ ചെയ്യുന്നത്, വിഗ്രഹത്തിൽ നമ്മൾ പൂജ ചെയ്യുന്നത്, ഇപ്പോൾ അതിനൊരു റിസൾട്ടും കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. സനാതനധർമ്മം പരോപദ്രവം എന്ന് വെച്ചാൽ പരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമല്ല, മറ്റു പ്രാണികൾ, എല്ലാ പ്രാണികളും അതിനെ ഉപദ്രവിക്കുന്നത് ആണ് പാപം. അതാണ് അതിൻ്റെ നിർവചനം. പരോപകാരം, ഇതേ പ്രാണികളെ തന്നെ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, അത് പുണ്യം. അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സെമിറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പാപം, ഞായറാഴ്ച ചർച്ചിൽ പോയില്ലെങ്കിൽ പാപം. അതുകൊണ്ടല്ലേ ഇവർ ഇടിച്ചിടിച്ച് കയറണത്. കാരണം ഇവർക്ക് പേടിയാണ്. വെള്ളിയാഴ്ച ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണേ, നമുക്ക് അനുഭവമുള്ള കാര്യമാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയില്ലെങ്കിൽ ചാവുദോഷം എന്തൊക്കെയോ പറയും, എന്തോ ഒരു പേരുണ്ട്, അത് കിട്ടും നമുക്ക്. എന്താ പറയുക, ഒരു പാപം കിട്ടും. മനസ്സിലായി? പള്ളിയിൽ പോയില്ലെങ്കിൽ പാപം, ഈശ്വരനെ ആരാധിച്ചില്ലെങ്കിൽ പാപം. സനാതനധർമ്മത്തിൽ അങ്ങനെയൊന്നുമില്ല. ഈശ്വരനെ, ശിവനെ ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പാപവും ചെയ്യുന്നില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു ജീവിയെ, ഒരു പ്രാണിയെ നമ്മൾ ദ്രോഹിക്കുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായോ? മറ്റേ സെമിറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. സനാതനധർമ്മത്തിലെ പാപം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. സെമിറ്റിക് മതം വെർട്ടിക്കലാണ്. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചതാണ് പാപം. ഡിസൊബീഡിയൻസ് വാസ് ദ ഫസ്റ്റ് സിൻ. ആദ്യത്തെ പാപം അനുസരണക്കേട്. മനുഷ്യർ യഹോവ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം മനുഷ്യർ കഴിച്ചു. ആ അനുസരണക്കേടാണ് ആദ്യത്തെ പാപം, ആദിപാപം എന്നാണ് പറയുന്നത്. പക്ഷേ സനാതനധർമ്മത്തിൽ അങ്ങനെയൊന്നുമില്ല. അറിവ് നേടുക, അറിവ് മാത്രമാണ് രക്ഷ. അറിവ് മാത്രമാണ് രക്ഷ. ഇപ്പോൾ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെമിറ്റിക് മതങ്ങളോട് ചോദിക്കോ, എന്തെങ്കിലും ഒരു പോംവഴി അതിൽ പറയുന്നുണ്ടോന്ന്? സനാതനധർമ്മം പറയുന്നുണ്ട്. ദുഃഖം അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഡിറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, ഈ ദുഃഖം നിവാരണം ഉണ്ടാവുള്ളൂ. നമ്മളുടെ ദുഃഖം ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ്, വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യണം എന്നാണ് സനാതനധർമ്മം പറയുന്നത്. വൈരാഗ്യത്തിലൂടെ സകല ദുഃഖങ്ങളും, എന്താ പറയുക, ഇപ്പോൾ ദുഃഖം ഒരു വലിയൊരു വൃക്ഷമാണെങ്കിൽ അതിനെ വെട്ടിച്ചായ്ക്കാനുള്ള മഴുവാണ് വൈരാഗ്യം. ജ്ഞാനവൈരാഗ്യം എന്നാണ് പറയുന്നത്. രണ്ടും ചേർത്താണ് പറയുന്നത്. ജ്ഞാനവൈരാഗ്യം അതായത് അറിവാണ് നമ്മളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേടേണ്ടത് എന്താണ്? അറിവാണ്. സനാതനധർമ്മത്തിലെ ഈശ്വരനെ ജ്ഞാനമൂർത്തി എന്നാണ് വിളിക്കുന്നത്. എംബോഡിമെൻ്റ് ഓഫ് നോളജ്, പെർസോണിഫിക്കേഷൻ ഓഫ് നോളജ്, അങ്ങനെയാണ് വിളിക്കുന്നത്. അല്ലാതെ ഈ സെമിറ്റിക് മതങ്ങളിൽ അങ്ങനൊരു സംഭവമില്ല. ജ്ഞാനമൂർത്തി എന്ന് പറഞ്ഞൊരു പദം പോലുമില്ല സെമിറ്റിക് ഗോഡ്സിന്. സെമിറ്റിക് ഗോഡ്സ് പറയുന്നത് നിങ്ങൾ അറിവ് തിന്നാൽ മരിക്കും എന്നാണ് പറയുന്നത്. അറിവ് ഫോർബിഡനാണ്. ഇവിടെ സനാതനധർമ്മം പറയുന്നത് അറിവ് തിന്നാൽ നിങ്ങൾ മരിക്കില്ല എന്നാണ് പറഞ്ഞത്. യു വിൽ ലിവ് ഫോർ എവർ. അതായത് മരണത്തെയും നിങ്ങൾ അതിജീവിക്കും, മൃത്യുഞ്ജയനായി മാറും എന്നാണ്. മൃത്യുവിനെ പോലും തോൽപ്പിക്കാനായിട്ടുള്ള അറിവ് സനാതനധർമ്മം തരുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് അതിനെയൊക്കെ തോൽപ്പിച്ച ആൾക്കാരുടെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മൃത്യുവിനെ വരെ തോൽപ്പിച്ച. അതായത് എന്താ പറയുക, ജീവൻ മുക്തൻ എന്ന് പറയില്ലേ. അതായത് അറിവ് കൊണ്ട് ആ വ്യക്തി അങ്ങനെ ഒരു തലത്തിലെത്തി, അയാൾക്ക് ശരീരമല്ല താൻ എന്ന ഉത്തമ ബോധ്യം ഉണ്ടായി, അതിൻ്റെ ഒരു ആത്മസാക്ഷാത്കാരം ഉണ്ടായി. അങ്ങനെയുള്ള ഋഷികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കഥകളൊക്കെ സനാതനധർമ്മം ഉദാഹരണമായിട്ട് കാട്ടുന്നുണ്ട്. അപ്പോൾ അറിവിലൂടെയാണ് അവരൊക്കെ
അവരൊക്കെ എന്തെല്ലാം നേടിയോ അതൊക്കെ അറിവിൽ നിന്നാണ്. സനാതനധർമ്മത്തിലെ പരമപ്രധാനൻ ആരാണെന്ന് ചോദിച്ചാൽ പരമശിവനാണ്. ഇപ്പോൾ പല ഋഷികളെക്കുറിച്ചും സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു പദപ്രയോഗമാണ് ശിവജ്ഞാനതൽപരനായ ഋഷി. ശിവജ്ഞാനതൽപരനായ ഋഷി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ശിവസംബന്ധമായ അറിവ് നേടാൻ താല്പര്യമുള്ള ഋഷിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്. അവിടെ അറിവാണ് പറയുന്നത്, അറിവാണ് പറയുന്നത്. ഈശ്വരനെ അറിയുക. മറ്റിടത്ത് അങ്ങനെയല്ല, വിശ്വാസം. വിശ്വാസം മനസ്സിലായോ? ഇപ്പോൾ 1 1 2 അറിയുക, 1 1 3 വിശ്വസിക്കുക. വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 1 16 വരെ വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല, അതെൻ്റെ വിശ്വാസം. പക്ഷെ 1 1 2 അറിയുക, അവിടെയാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കണം. വിശ്വാസം അല്ല എല്ലാം. വിശ്വാസം മനുഷ്യരുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം, അത് 2 വിശ്വാസികൾ തമ്മിലാണ്, മുസ്ലിങ്ങളും ഇറാനിയൻസും അമേരിക്കയും. അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കണം, അല്ലാണ്ട് ഇസ്രായേലൊന്നുമില്ല. ഇസ്രായേൽ ആണ്, പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടില്ലാണ്ട് ഇസ്രായേലിന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒന്നും കരുത്തുണ്ടാവില്ല. പക്ഷേ അവർ ഇറാനെ അറ്റാക്ക് ചെയ്തു. അവിടെ നമ്മൾ കാണേണ്ടത്, അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും, ഇവർ 3 മതക്കാരും തമ്മിലുള്ള അടിയാണ്. ഈ മതങ്ങൾ എന്ന് മുതലുണ്ടായോ? ഈ വിശ്വാസക്കാർ, ഈ സോക്കോൾഡ് വിശ്വാസികൾ, ഇവരെന്ന് മുതൽ ഇവിടെ ഉണ്ടായോ, ഈ ലോകത്തിലുണ്ടായോ? അന്ന് മുതൽ തുടങ്ങിയ അടിയാണ്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും തീരാൻ പോണില്ല. ഒരുപാട് സമാധാന ചർച്ചകൾ, പലസ്തീൻ ഇസ്രായേൽ സമാധാന ചർച്ച ഒത്തിരി കടന്നുപോയി, ഒത്തിരി നടന്നു. പക്ഷെ സമാധാനം മാത്രമില്ല. സമാധാനം മാത്രമില്ല. എന്തുകൊണ്ടില്ല? കാരണം നമ്മൾ എത്രമാത്രം ലക്ഷണങ്ങൾക്ക് പ്രതിവിധി നിശ്ചയിച്ചാലും രോഗം മാറില്ല. എന്നാൽ രോഗം മാറിയാൽ ലക്ഷണങ്ങളും ഇല്ലാണ്ടാവും. നമ്മൾ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച, അല്ലാതെ രോഗത്തെക്കുറിച്ചല്ല. രോഗം എന്ന് പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളാണ്. ഈ മതഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് അതിൽ വിശ്വസിക്കുന്നത്. നമ്മൾ മതഭീകരന്മാരെന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണ്. യഹൂദരുടെ കൂടെ ഉണ്ണാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, യഹൂദരുടെ കൂടെ ചങ്ങാത്തം പാടില്ല, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേപോലെ ബൈബിളും പറയുന്നുണ്ട്, എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു പോകുന്നുള്ളയാ. യഹൂദരെ കുറിച്ചാണ് പറയണം. അപ്പോൾ ക്രിസ്ത്യാനികളോട് പറയുന്നത് യഹൂദർ ശത്രുക്കളാണെന്നാണ് പറയണം. മുസ്ലിങ്ങളോട് പറയുന്നത് യഹൂദരും ക്രിസ്ത്യാനികളും ശത്രുക്കളാണെന്നാണ് പറയണത്. ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും യഹൂദനും ഒക്കെ മനുഷ്യനാണ്, അല്ലേ? മനുഷ്യനാണോ മനുഷ്യൻ്റെ ശത്രു? ആണോ? അല്ലല്ലോ. നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഓരോ ജീവജാലങ്ങൾക്കും വേറൊരു ജീവജാലമാണ് ശത്രു. ഉറുമ്പിനെ തിന്നുന്ന ജീവിയുണ്ട്, അപ്പോൾ അതിനെ തിന്നു തീർക്കുന്ന ആ ജീവി, അതാണ് അതിൻ്റെ ശത്രു. തവളയെ തിന്നുന്നുണ്ട്, കൊതുകിനെ തിന്നുന്ന തവളയുണ്ട്, തവളയെ തിന്നുന്ന പാമ്പുണ്ട്, പാമ്പിനെ തിന്നുന്ന പരുന്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ശത്രുത വരുന്നത്. അല്ലാണ്ട് തവളനെ തിന്നുകയും അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശത്രു മനുഷ്യനല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ല ഞാൻ കളക്റ്റീവായിട്ട് ഞാൻ പറയണേ. എല്ലാ മനുഷ്യരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയണത്. ഇൻഡിവിജ്വൽ മാൻ അല്ല, മാൻകൈൻഡ്, മനുഷ്യവംശത്തിൻ്റെ ശത്രു. ഇപ്പോൾ തവളയെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വംശത്തിൻ്റെ തന്നെ ശത്രുവാണ് പാമ്പെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ മനുഷ്യവംശത്തിനൊരു ശത്രു ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെ ആവില്ല, അത് വേറൊരു സംഗതിയായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് വലിയ ശക്തനല്ല. ഇപ്പോൾ ആനയുടെയോ കടുവയുടെ സിംഹത്തിൻ്റെ ഒന്നും
10 ശക്തി, ശാരീരിക ശക്തി പോലും മനുഷ്യനില്ല. പക്ഷേ മനുഷ്യന് ബുദ്ധിശക്തിയുണ്ട്. മനുഷ്യൻ്റെ മെൻ്റൽ പവർ, ഫിസിക്കൽ പവർ വീക്കാണ്, ബട്ട് മെൻ്റൽ പവർ അതിനെ മറികടക്കാൻ ഈ ലോകത്തിലൊരു പ്രാണിക്കും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അത്തരം ഉന്നത നിലവാരത്തിലുള്ള മനുഷ്യൻ, ചന്ദ്രനിലും ചൊവ്വാഗ്രഹത്തിലും വരെ പോകാൻ കെൽപ്പുള്ള മനുഷ്യൻ, ആ മനുഷ്യവംശത്തിന് ഒരു ശത്രു ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ ആലോചിച്ച് നോക്കൂ. ആ ശത്രുവാണ് ഇസ്രായേലിൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ എന്ന വേഷത്തിൽ ജനിച്ച യേശു. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായി? ഹിന്ദുയിസം എനിക്ക് പറയാൻ അധികം താല്പര്യമുള്ള ആളല്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. ഈ ജാതി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ജാതിയേ ഇല്ല. അപ്പോൾ ഞാനെന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു? എനിക്ക് എൻ്റെ നായരാണോ മറ്റേതാണോ മറിച്ചാണോ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ആളാണ്, ഹിന്ദുവായി. അപ്പോൾ പേരിന് ഞാൻ എഴുതി കൊടുത്ത് നായരെന്ന് എഴുതി. എൻ്റെ അപ്പനെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു നായരെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നായരെന്ന് എഴുതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നായരുമല്ല, പുലയനുമല്ല, പറയാനുമല്ല, ഒന്നും. എനിക്ക് എൻ്റെ ജാതി എന്താണെന്ന് തിരിച്ചു പോയി കണ്ടുപിടിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണ് ഞാൻ. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ ഞാൻ അതിനുള്ള കർമ്മം ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. നമ്മുടെ റൂട്ട്സ് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ അപ്രൂട്ടഡ് എന്ന് പറയില്ലേ, അതേപോലത്തെ പണിയാണ് ക്രിസ്ത്യാനികൾ നമുക്കിട്ട് തന്നത്, ക്രിസ്തു മതം. അപ്പോൾ ജാതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആണ് അതിൻ്റെ കാരണം. നമ്മൾ ഇന്ന ജാതി, ദളിതെന്ന് പറയുന്ന ഒരു ജാതി ഇല്ല. അങ്ങനെ ഒരു ജാതി ഇല്ല ദളിതെന്ന് പറയണത്. നമ്മുടെ ഒരു മതഗ്രന്ഥത്തിലും ദളിതൻ എന്ന് പറഞ്ഞ വാക്കില്ല, ഹരിജൻ എന്ന് പറയുന്ന വാക്കില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ കുബുദ്ധിയിലുണ്ടായതാണ്. ഹിന്ദുക്കളെ എന്നും ഡിവൈഡ് ചെയ്ത് നിർത്തി കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കൗശലത്തിലുണ്ടായതാണ്. പക്ഷേ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൽ ജനിച്ച കൗശലക്കാരനാണ്. കാരണം ഇസ്രായേലിൽ യേശു ജനിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നമ്മുടെ നാട്ടിലെന്നല്ല, ലോകത്തിലെ മുഴുവനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും. ഇപ്പോൾ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു. എന്തിനാ അവർ വന്നത്? ഇപ്പോൾ തുർക്കിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമായിരുന്നു നമ്മുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്, കൊല വിളിക്കാൻ. വെളുപ്പാങ്കാലത്തൊക്കെ വന്ന് നമ്മുടെ നാട്ടുകാർ കിടന്നുറങ്ങണ സമയത്ത് വന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു. കൊലയും ബലാത്സംഗവും ഒക്കെ ചെയ്യുമായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്തിനാ അവർ വന്നത്? അത് അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പോൾ ഇറാൻ എന്ന് പറയില്ലേ, ഇറാൻ തന്നെ അത് മെസപ്പൊട്ടോമിയൻ ഒരു കൾച്ചറാണ്, അതിൻ്റെ ഒരു സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അത് പിന്നീട് മുഹമ്മദ് ജനിച്ചതിന് ശേഷം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട്, 10 വർഷം പോലും എടുത്തില്ലെന്നാണ് പറയുന്നത്. അത്രയും സമയം കൊണ്ട് ഒരു വലിയൊരു രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കണമെങ്കിൽ എന്തുമാത്രം ബലപ്രയോഗം അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആക്രമണത്തിലൂടെ ഇസ്ലാമിലേക്ക് മതം മാറ്റി. അങ്ങനെ ഇറാൻ, തുർക്കി, അങ്ങനെ ഓരോരുത്തരുടെ വന്ന് അഫ്ഗാൻ, അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. ഇതിനു മുമ്പേ അഫ്ഗാനിലും ആൾക്കാരുണ്ടായിരുന്നു, തുർക്കിയിലും ആൾക്കാരുണ്ടായിരുന്നു, ഇറാനിലും ആൾക്കാരുണ്ടായിരുന്നു. അവർ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യുമായിരുന്നു, തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. അറബികളെന്നാണ് അവരെ നമ്മൾ വിളിച്ചിരുന്നത്, അല്ലാണ്ട് മുസ്ലിങ്ങളെന്നല്ല വിളിച്ചിരുന്നത്. അറബികളാണ് വന്നിരുന്നത്. ഈ അറബികൾ മുഹമ്മദ് എന്ന് പറയുന്ന അറബി ഉണ്ടായതിന് ശേഷം മുസ്ലിങ്ങളായി മാറി. അവിടെ തൊട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതിനു ശേഷമാണ് ഈ സൗദി അറേബ്യയിലും അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ജനിച്ച ആളുകൾ നമ്മളെ ഭാരതീയരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇസ്ലാം അവരുടെ ഇടയിൽ കടന്നുകൂടിയത്. അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്നും ഗ്രീസിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു പഠിക്കാനായിട്ട്, നമ്മുടെ സർവകലാശാലയിൽ. ഈജിപ്ത്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുമായിരുന്നു ആൾക്കാർ. പക്ഷേ ഈ വെള്ളക്കാർ ശരിക്കും അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കൽ തുടങ്ങിയത് അവർ ക്രിസ്ത്യാനികളായതിനു ശേഷമാണ്. ഇപ്പോൾ റെഡ് ഇന്ത്യൻസിൻ്റെ കാര്യം തന്നെ എടുക്കും. ഇപ്പോൾ അമേരിക്ക അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ 2 കര, ഒരു കരയിൽ അതായത് കിഴക്ക് ഭാഗത്ത് യൂറോപ്പും
പടിഞ്ഞാറ് ഭാഗത്ത് റെഡ് ഇന്ത്യൻസ് വരുന്നു. പക്ഷേ ഈ യൂറോപ്യൻസ് ക്രിസ്തുമതം വന്നു, പോള് വന്നു, പിന്നെ പീറ്റർ വന്നു, റോമൻ കാത്തലിക് ചർച്ച് ഉണ്ടായി, റോമാ സാമ്രാജ്യം വീണു. റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ആരും റെഡ് ഇന്ത്യൻസിനെ കൊല്ലാൻ പോയിട്ടില്ല. റോമൻസ് ക്രിസ്ത്യൻസായി. അങ്ങനെ യൂറോപ്പ് മുഴുവനും ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷമാണ് ആൾക്കാർ പോയിട്ട് അവിടുത്തെ പാവങ്ങളെ കൊന്നത് ക്രിസ്ത്യാനികളാണ്. കോടിക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വി ആർ അമേരിക്കൻസ് എന്ന് പറയണത് എന്തൊരു ഉളുപ്പില്ലായ്മയാണെന്ന് ആലോചിക്കണേ. എല്ലാം മനസാക്ഷിയുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് അമേരിക്കൻ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ പ്രൈമറി സ്കൂളിലൊക്കെ നമ്മൾ ഇപ്പോൾ പ്രൈമറി അപ്പർ പ്രൈമറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ നാടിൻ്റെ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളെന്താണ് പഠിപ്പിക്കണതെന്ന് ഞാൻ ചോദിക്കും. ഒറ്റെണ്ണം മര്യാദകളുടെ മറുപടി പറയില്ല. എന്താണ് ഇവരെ പഠിപ്പിക്കണത്? എന്തെങ്കിലുമൊക്കെ കള്ളത്തരല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവന്മാർ ഇവരുടെ പൂർവികർ ചെയ്തിരിക്കുന്ന മഹാപാതകങ്ങൾ വല്ലതും പഠിപ്പിക്കാൻ പറ്റുമോ മക്കളെ? ഒന്ന് ആലോചിച്ചു. എന്തൊരു ഗതികെട്ട രാജ്യമായിരിക്കണം. അപ്പോൾ സ്വന്തം മക്കളോട് പോലും സത്യം മൂടി വെക്കേണ്ട അവസ്ഥയാണ്. എന്തൊരു ഗതികെട്ട നാടായിരിക്കണം. അതാണ് അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗതികെട്ട നാടാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നോക്കൂ, അതൊരു ഗതികെട്ട നാടല്ലേ? ഹിന്ദുക്കളുടെ നാടായിരുന്നു. അവിടെ വന്ന് ഇസ്ലാം ഉണ്ടാക്കി കണ്ട് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കഴിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് സ്വന്തം നാട് വേണമെന്നും പറഞ്ഞ് ഒരു നാടുണ്ടാക്കി. കണ്ടവൻ്റെ നാട് മോഷ്ടിച്ചുകൊണ്ട് പോയി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇവറ്റകളുടെ മക്കളോട് ഈ പാകിസ്ഥാൻ്റെ ചരിത്രം എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇത് മുമ്പ് ഇന്ത്യയായിരുന്നു, പിന്നെ അവിടെ ഇസ്ലാം. ഞങ്ങളുടെ പൂർവികരൊക്കെ സത്യമായ ചരിത്രം പഠിപ്പിക്കണമെങ്കിൽ അവർ പഠിപ്പിക്കണ്ടേ? നമ്മുടെ പൂർവികരൊക്കെ ഹിന്ദുക്കളായിരുന്നു. പിന്നീട് ഈ തുർക്കിയിൽ നിന്നും അഫ്ഗാനിൽ നിന്നൊക്കെ ആളുകൾ വന്നു നമ്മുടെ പൂർവികരെ മതം മാറ്റി. ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മതം മാറി, അങ്ങനെ നമ്മൾ മുസ്ലിമായി. അപ്പോൾ പിന്നെ നമുക്ക് വിഗ്രഹാരാധകരുടെ കഴിയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ നേടിയെടുത്ത സ്ഥലമാണിത്. ഇങ്ങനെ വേണ്ട പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇല്ലേ? അപ്പോൾ പല രാജ്യങ്ങൾക്കും അവർ തെറ്റ്. ഈ എല്ലാത്തിൻ്റെ പിന്നിലും മതമാണ്. ഇപ്പോൾ മൈത്രേയൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇറാൻ അമേരിക്ക യുദ്ധം അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധമാണെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ അതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളും യഹൂദരുമായിട്ടുള്ള യുദ്ധം. ഇതാണ് ഈ ലോകത്തിൻ്റെ ചരിത്രം. ഈ മൂന്നും മതങ്ങൾ ആണ് മനുഷ്യനെ മൃഗതുല്യനോ അല്ല അതിലും താഴെ, മൃഗമല്ല അതുക്കും കീഴെ ആക്കിയത് ഈ മതങ്ങളാണ്, സെമിറ്റിക് മതങ്ങളാണ്. അതിൽ ഒരെണ്ണം മാത്രമായിട്ട് പിരിച്ചുവിടാൻ ആരെ കൊണ്ടും പറ്റില്ല. പിരിച്ചുവിടണമെങ്കിൽ മൂന്നും പിരിച്ചുവിടണം. ഈ മൂന്നും പിഴച്ച മതങ്ങളാണ്. ഇതിൽ മനുഷ്യത്വരഹിതമായ മതങ്ങളാണിത്. ഇതിൽ വിശ്വസിച്ചിട്ട് മനുഷ്യരെ ബന്ധുജനങ്ങളെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് മോളിൽ നിന്ന് ആരും വന്ന് ഒരുത്തനെയും പൊക്കിക്കൊണ്ട് പോയിട്ടില്ല. ഇവരെ വിശ്വാസം അതല്ല, മോളിൽ നിന്ന് ആൾ വരുന്നു. യഹൂദരെ വിശ്വസിക്കുന്നു യഹോവ വരുന്നു. കാരണം പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളിൽ ഇസയാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു യേശു വരുന്നു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു വരുന്നു. നോക്കൂ എന്തൊരു മൗഢ്യമാണ്. നോക്കൂ ആരാണ് വരുന്നത് എന്ന കാര്യത്തിൽ പോലും ഇവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റണില്ല. പിന്നെ ഇത്ര നാളായിട്ട് ഒരുത്തനും വന്നിട്ടില്ല. യേശു പറയുന്നത് ഇപ്പോൾ യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായം, അവിടെ യേശു പറയുന്നത് ശിഷ്യന്മാരോട് പറയണേ അവസാനത്തെ സമയത്ത്, അതായത് യൂദാസ് ഇസ്കറിയാത്ത് പോലീസിനെ വിളിക്കാൻ പോയതിനു ശേഷം പറയണം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം പാർപ്പിടങ്ങളുണ്ട്. നിങ്ങൾക്കവിടെ ഞാനൊരു സ്ഥലം ശരിയാക്കിയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ തിരിച്ച് ഞാനിരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ഇതെപ്പോൾ പറഞ്ഞു? 2000 വർഷം മുമ്പ് പറഞ്ഞു. അതായത് യേശു ഇപ്പം മരിക്കും, അവസാന അത്താഴമല്ല, കുറച്ച് കഴിയുമ്പോൾ മരിക്കും. അത് കഴിഞ്ഞിട്ട് യേശു പിതാവിൻ്റെ ഭവനത്തിലോട്ട് പോകും. അവിടെ ഈ 11 ശിഷ്യന്മാർക്ക് ഒരു പാർപ്പിടം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് വിളിച്ച്
ഞാനിരിക്കേണ്ടടുത്ത് തന്നെ നിങ്ങളും ആയിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകാമെന്നാണ് പറയണത്. എന്തൊരു കള്ളമാണെന്ന് അറിയിക്കണേ. 2000 വർഷമായിട്ട് യേശു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു മാത്രം വന്നിട്ടില്ല. പക്ഷേ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ പെരുങ്കള്ളനെ ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് ലോകത്തിലെ സകല ചുവരുകളിലും എഴുതി വെച്ചേക്കണേ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനപരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണത്. ഇപ്പോൾ നമ്മൾ പണ്ട് മനുഷ്യർ ഭൂമി പരന്നതാണ് എന്ന് വിചാരിച്ചിരുന്നില്ലേ? അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു തെറ്റല്ലേ? അത് മാറി ഭൂമി ഉരുണ്ടതാണെന്ന് മനുഷ്യർ ഗ്രഹിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം പുരോഗമനം ഉണ്ടായി, ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. എന്തെല്ലാം ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങളുണ്ട് വന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയ സംഭവമാണ് ഈ യേശു എന്ന് പറയുന്ന ആളാണ് പിശാച്. ഈവിൾ എനർജി എന്ന് പറയില്ലേ, മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എനർജി. അതാണ് സെമിറ്റിക് മതങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് സെമിറ്റിക് മതക്കാർ തമ്മിലടിക്കുന്നത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും. അവരുടെ ചരിത്രം നോക്കുമ്പോൾ അവർ എല്ലാ കാലത്തും തമ്മിലടിയാണ്, എല്ലാ കാലത്തും. അപ്പോൾ പലസ്തീനിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ പലസ്തീനിൽ ജനിച്ചത് ആരാ ജനിച്ചത്? ഇന്നിപ്പോൾ നമ്മൾ പറയണില്ലേ വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ? ഇതൊക്കെ ഈ പ്രദേശങ്ങളെ പണ്ട് വിളിച്ചത് യൂദാദേശം, ബൈബിളിൽ വിളിക്കുന്ന യൂദാദേശം എന്നാണ്. ഈ ജെറുസലേമും ഇതൊക്കെ ഉള്ളത് അവിടെ തന്നെയാണ്. മനസ്സിലായോ? യൂദാദേശം എന്നാണ് വിളിക്കണത് ബൈബിളിൽ. ഇപ്പം ആരും അങ്ങനെ പറയില്ല. ഇപ്പം ഗാസയെന്നും വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞത്, അതും മൂടി മറിച്ച്. പക്ഷേ ഈ പറയുന്ന സ്ഥലത്താണ് യേശു ജനിച്ചതും ജീവിച്ചതും. സമാധാനത്തിൻ്റെ രാജകുമാരനാണ് യേശു എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം. പക്ഷേ ഈ യേശു ജനിച്ച് ജീവിച്ച മണ്ണിൽ നാളിതുവരെ സമാധാനം ഉണ്ടായിട്ടില്ല. ഏറ്റവും ദുരിതം അനുഭവിച്ച് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഗാസ തന്നെയാണ്. ഗാസ തന്നെയാണ് ആ സ്ഥലം. അത് യേശു ജനിച്ച സ്ഥലം, യേശു ജനിച്ച് ജീവിച്ച സ്ഥലം. അത് യൂദാദേശം. അതായത് ഇപ്പം എന്താ പറയുക, കൊച്ചി എന്ന് പറയില്ലേ? കൊച്ചി എന്ന് പറയുന്ന ഇത്, അവിടെ പല സ്ഥലങ്ങളുണ്ട് കൊച്ചിയിൽ എന്ന് പറയുന്ന പോലെ യൂദാദേശത്തിലുള്ള ഒരു സ്ഥലമാണ് ജെറുസലേം. മറ്റൊരു സ്ഥലമാണ് ബെത്ലഹേം. ബെത്ലഹേമിലാണ് യേശു ജനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ സമാധാനത്തിൻ്റെ രാജകുമാരൻ ജനിച്ച മണ്ണിൽ ഒരിക്കലും സമാധാനമില്ല. യഹൂദരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടി തമ്മിൽ അടിയോടടി. അതെങ്ങനെ സംഭവിക്കുന്നു? അത് കാരണം യേശു സമാധാനത്തിൻ്റെ രാജകുമാരനല്ല, മറിച്ച് ഭിന്നിപ്പിൻ്റെ രാജകുമാരനാണ്. ഭിന്നിപ്പുണ്ടാക്കുന്ന പിശാചാണ് യേശു. അത് യേശു തന്നെ യേശുവിൻ്റെ സ്വന്തം വാക്കുകളിൽ അത് ബൈബിളിൽ പറയുന്നുണ്ട്. ലൂക്കായുടെ പുസ്തകം 12-ാം അധ്യായം 51-ാം വാക്യം. ഞാനാകുന്നു വഴിയും സത്യം ജീവനും. യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. അതാണ് എല്ലായിടത്തും എഴുതി വെച്ചേക്കണം. പക്ഷേ എഴുതേണ്ടത് അതല്ല. ലൂക്കായുടെ പുസ്തകം 12-ാം അധ്യായം 51-ാം വാക്യമാണ് എല്ലായിടത്തും എഴുതേണ്ടത്. കാരണം അവിടെ യേശു പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ? Do you think that I have come to bring peace on the earth? No, believe me, not peace, but dissension. ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് നിങ്ങൾ കരുതിയോ? അല്ല, മറിച്ച് ഞാൻ പറയുന്നു, വിശ്വസിക്കൂ, ഞാൻ വന്നിരിക്കുന്നത് മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാനത്രേ. അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയപ്പോഴാണ് 3 ഗ്രൂപ്പായത്. യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നും പറഞ്ഞ് 3 ഗ്രൂപ്പ്സ്. ഈ ഗ്രൂപ്പ്സ് തമ്മിലടിച്ച് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കണം. കോടിക്കണക്കിന് മനുഷ്യർ ഈ 3 ഗ്രൂപ്പിലും മരിച്ചു വീണിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ, ധാരാളം. ആദ്യം യഹൂദർ ക്രിസ്ത്യാനികളെ കൊല്ലണമായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരെയൊക്കെ.
കൊല്ലും അല്ലെങ്കിൽ കൊല്ലിക്കും. റോമൻ അധികാരികൾക്ക് കൊല്ലാൻ വേണ്ടി കെണിയൊരുക്കും. എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നായിരുന്നു. പിന്നീട് ക്രിസ്തു മതം വളർന്നു, റോമൻ കാത്തലിക് ചർച്ച് ഉണ്ടായി, റോമാ സാമ്രാജ്യത്തിനെയും വിഴുങ്ങി. അങ്ങനെ യൂറോപ്പ് ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടു. അവിടം തുടങ്ങി യഹൂദരുടെ കഷ്ടകാലം. കാണുന്നിടത്ത് വെച്ചൊക്കെ തല്ലിക്കൊല്ലുമായിരുന്നു യഹൂദരെ. അങ്ങനെയാണ് അവർ ഓടി ഓടിയ നമ്മുടെ നാട്ടിൽ വന്നത്. എവിടെ കണ്ടാലും യഹൂദരെ കൊല്ലലായിരുന്നു. കാരണം യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ, യേശുവിൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത യേശുവിൻ്റെ ശത്രുക്കൾ ആരാ? എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുകയെ കൊന്നുകളയുക എന്നാണ് പറയണത് യേശു. ലൂക്കായുടെ പുസ്തകം 19:27. യേശുവിൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത ശത്രുക്കൾ ആരാണ്? അത് യേശു മരിച്ച് കുരിശിൽ തൂങ്ങി കിടക്കുമ്പോഴും പീലാത്തോസ് അവിടെ റോമാക്കാർ എഴുതിയത് ഈ INRI എന്ന കുരിശിലേക്ക് കാണുന്നുണ്ടല്ലോ, ഇവൻ നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്നാണ് എഴുതിയത്. അപ്പോൾ അതും ചത്തിട്ടും യേശു മരിച്ചു കഴിഞ്ഞിട്ടും യഹൂദർ ഒബ്ജക്റ്റ് ചെയ്തു. യഹൂദരുടെ രാജാവ് എന്നല്ല എഴുതേണ്ടത്, ജീസസ് ഓഫ് നസറത്ത് ഹു ക്ലെയിം ടു ബി ദ കിങ് ഓഫ് ജ്യൂസ് അങ്ങനെ എഴുതേണ്ടത്. കിങ് ഓഫ് ജ്യൂസ് എന്നല്ല, യഹൂദരുടെ രാജാവാണെന്ന് അവകാശവാദം ഉന്നയിച്ച കള്ളം പറഞ്ഞവൻ എന്നാണ് എഴുതേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അതായത് യേശു യഹൂദരുടെ രാജാവല്ല, യേശുവിൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത, യേശുവിൻ്റെ ഭരണം അംഗീകരിക്കാത്ത യേശുവിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ യഹൂദരാണ്. അങ്ങനെയാണ് ബൈബിൾ അവരെ ആ യഹൂദരെ പോർട്രേ ചെയ്തിരിക്കുന്നത്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പറയുന്നത് യഹൂദർ മഹാമോശക്കാർ, യഹൂദരെ കൊല്ലുക എന്ന് പറയണത്, യഹൂദരെ കൊല്ലുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് പിന്നീടുണ്ടായ ചരിത്രം. അതിൻ്റെ ഒക്കെ പിന്നിൽ ബൈബിളാണ്. യഹൂദരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഖുറാനും യഹൂദരെ കൊല്ലുക, ക്രിസ്ത്യാനികളെ കൊല്ലുക, വിഗ്രഹാരാധകരെ കൊല്ലുക. ആ ബൈബിളും പറയുന്നുണ്ട് വിഗ്രഹാരാധകരെ കൊല്ലുക. മനസ്സിലായോ? അപ്പോൾ വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വിഗ്രഹാരാധകരെ കൊല്ലുക എന്നാണെങ്കിലും അവിടെ പറയുന്നത് മനുഷ്യരെ കൊല്ലാനാണ്. കാരണം വിഗ്രഹാരാധകരെന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യരല്ലാണ്ട് ഇവിടെ വേറെ ആരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല. പട്ടിയും പൂച്ചയും മാനും കടുവയൊന്നും വിഗ്രഹാരാധന നടത്തുന്നില്ല. അപ്പോൾ വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന് പറയുന്നവൻ മനുഷ്യനെ കൊല്ലാൻ മനുഷ്യനെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ സെമിറ്റിക് മതത്തിലെ ദൈവസങ്കല്പം. അപ്പോൾ ഇതെങ്ങനെ ഇത് പൈശാച സങ്കല്പമല്ലേ ആവുള്ളൂ. ഓക്കെ, ഞാൻ ഒത്തിരി സംസാരിച്ചു. 1 മണിക്കൂറും 8 മിനിറ്റുമായി. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.